ഇന്നലെ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരിക്കൽ കൂടി മനസ്സിലായിട്ടുണ്ടാകും, മാധ്യമങ്ങൾക്കടക്കം, എന്താണ് പാർട്ടി എന്ന്. പാർട്ടി എന്നാൽ ഒരു വ്യക്തിയല്ല, ഈ നാട്ടിലെ മനുഷ്യരുടെ നെഞ്ചിലാണ് ഈ പ്രസ്ഥാനമെന്ന് ഇന്നലെ അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടു. പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു, പാർട്ടിക്ക് നേരെ ചിലർ കടന്നാക്രമിക്കുന്നു എന്നത് കണ്ടപ്പോൾ ഒരാഹ്വാനമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ? അതാണ് പാർട്ടി, ആ മനുഷ്യരുടെ നെഞ്ചിലാണ് പാർട്ടി എന്ന് അമ്പലപ്പുഴയിലെ മനുഷ്യർ ഇന്നലെ നമ്മളോട് പറയുകയായിരുന്നു. രക്തസാക്ഷികളുടെ, പുന്നപ്ര വയലാറിന്റെ ധീര രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് അവർ പറയുകയാണ്, പാർട്ടിക്ക് മുകളിൽ പറക്കാൻ ഒരാളെയും അനുവദിക്കില്ല, പാർട്ടിക്ക് മുകളിലുള്ളത് അത് അനശ്വരരായ രക്തസാക്ഷികൾ മാത്രമാണെന്ന് പറഞ്ഞു വെക്കുന്നു. ഒരു കാര്യം കൂടി പറയാം, ജി സുധാകരൻ സ്വന്തം സഹോദരനായ രക്തസാക്ഷിയെ പോലും തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു. ബൈബിളിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. ഒരുവൻ എല്ലാം നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താണ് പ്രയോജനമെന്ന് ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട്. സുധാകരന്റെ മുൻപിലേക്ക് ആ വാചകം വെച്ചുകൊണ്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. എന്നോടൊപ്പം അവിടെ ശരത്തും ഷാജഹാനും ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് രണ്ടുപേരുമുണ്ട്. ചെറുതേട്ടാ, ഗുഡ് മോർണിംഗ്. പുന്നപ്ര വയലാറിന്റെ ചുവന്ന സൂര്യന്റെ മണ്ണിന്റെ മുൻപിലാണ് നിൽക്കുന്നതല്ലേ? അതെ, ദൃശ്യങ്ങളിൽ മനു പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകർക്കും മനുവിനും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലാണ് ഉള്ളത്. ഇവിടെ VS അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയിട്ട് മനു സാധാരണ നിലയ്ക്ക് ഇവിടേക്കൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്ന ദിവസമാണ്. ഇനി അങ്ങോട്ടൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ പ്രസക്തിയും ഇപ്പോൾ ആലപ്പുഴയിലേക്കും അമ്പലപ്പുഴയിലേക്കുമൊക്കെ എത്തുന്ന ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ വന്നു ചേരുന്ന ഒരു ഇടം കൂടിയാണ്. ഇന്ന് ഈ ഓർമ്മകൾക്ക്, അവരുടെ ത്യാഗപൂർണമായ ജീവിതത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലം കൂടിയാണ്. അത് ഇന്നലെ CPIM ഇതേ അമ്പലപ്പുഴയിൽ വെച്ച് തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളോട് ആ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുന്നതും മനു പറഞ്ഞതുപോലെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ VS അച്യുതാനന്ദൻ്റെ സ്മൃതി കുടീരം തൊട്ടിപ്പുറത്ത് കാണാൻ നമുക്ക് പുന്നപ്ര വയലാർ സമര സേനാനികളൊക്കെ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് TV തോമസിൻ്റെയും PT പുന്നൂസിൻ്റെയും ജോർജ് ചടയമുറിയുടെയും KC ജോർജിൻ്റെയും ഒക്കെ സ്മൃതി കുടീരങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പുറത്ത് സഖാവ് P കൃഷ്ണപിള്ളയുടെ, അതുപോലെ തന്നെ എല്ലാവരുടെയും. അപ്പോൾ PK ചന്ദ്രാനന്ദൻ, പുന്നപ്ര വയലാർ സമര സേനാനി അടക്കം എല്ലാവരുടെയും ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണ് ചുവപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിശക്തമായ ഒരു കാലത്തിലേക്ക് വളരെ വളരെ ശക്തമായി ചുവപ്പൻ രാഷ്ട്രീയത്തിൻ്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത ഈ കാലത്ത് എത്രമാത്രം വേണം എന്നത് ഈ മണ്ണിൽ അമ്പലപ്പുഴയിൽ നിന്ന് പറയുന്ന ഒരു കാലമാണ്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയാം. ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് നമ്മൾ വരുന്നത് തന്നെയും മുമ്പ് പ്രേക്ഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ, മനു പറഞ്ഞതുപോലെ, അമ്പലപ്പുഴയിൽ ഇന്നലെ CPIM സംഘടിപ്പിച്ച വളരെ വിപുലമായ ഒരു ബഹുജന പ്രകടനവും അതുപോലെ തന്നെ സമ്മേളനവും ഉണ്ടായിരുന്നു. അത് പുന്നപ്രയിലായിരുന്നു. പുന്നപ്രയിൽ VS അച്യുതാനന്ദൻ്റെ വസതിയിൽ നിന്നും, പറവൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ആരംഭിച്ച മാർച്ച്, ജാഥ സഞ്ചരിച്ച് അത് ഒരു പൊതുയോഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അതിൻ്റെ ഒരു സവിശേഷത, ആ യോഗം അവസാനിച്ചത് ജി സുധാകരൻ്റെ വസതിക്ക് സമീപം വെച്ചായിരുന്നു ആ പൊതുയോഗം എന്നതുകൂടി കാണണം. ജില്ലയിലെ CPIMൻ്റെ സമുന്നതരായ നേതാക്കളൊക്കെ, ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, അതുപോലെ H സലാം MLA ഒക്കെ പങ്കെടുത്ത ആ പൊതുയോഗം ഇന്നലെ കൈരളി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുകയും ചെയ്തതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മനു രാവിലെ ഗുഡ് മോർണിംഗ് കേരളം ആലപ്പുഴയിലേക്ക് എത്തിയത്. മനു. തീർച്ചയായും ശരത്ത്, ഇന്നലെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ബഹുജനങ്ങൾ ലോകത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, പാർട്ടിയാണ് എല്ലാത്തിലും വലുത്, പാർട്ടിക്ക് മുകളിൽ ആകെയുള്ളത് അത് അനശ്വരരായ രക്തസാക്ഷികൾ മാത്രമാണ്, അവർക്ക് കീഴെയാണ് ബാക്കി എല്ലാവരും നിൽക്കേണ്ടത്. അതിപ്പോൾ ഏത് നേതാവാണെങ്കിലും. കാരണം ഇപ്പോൾ ജി സുധാകരന്റെ വിഷയമെടുക്കാം. ഇത്രയും കാലം ഇതേ ജി സുധാകരന് ജയ് വിളിച്ച് നടന്ന മനുഷ്യരാണ്. സുധാകരൻ പാർട്ടിക്കെതിരെ തിരിയുന്നു, പാർട്ടിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതേ സുധാകരനെതിരെ തെരുവിലേക്ക് ഇറങ്ങി വന്നത്. അതെ, CPIMൻ്റെ വിലയിരുത്തലും അതുതന്നെയാണ്. ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഈ പരിപാടിയിലേക്ക് CPIMൻ്റെ പാർട്ടി അംഗങ്ങൾ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിലേക്ക് വലിയ തോതിൽ പാർട്ടി മെമ്പർമാരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി CPIMൻ്റെ ഒരു വിലയിരുത്തൽ, പ്രാഥമികമായ വിലയിരുത്തൽ എന്ന് വെച്ചാൽ, വന്ന ആളുകളൊക്കെ, പാർട്ടി അംഗങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ടാണ് ഈ പരിപാടിയെ ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ജി സുധാകരൻ എന്ന ദീർഘകാലം CPIMനെ ജില്ലയിൽ നയിച്ച, CPIMൻ്റെ ദീർഘകാലം
സംസ്ഥാന സമിതി അംഗമായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന, ദീർഘകാലം MLA ആയിരുന്നയാൾ പാർട്ടിയോട് കാട്ടിയിട്ടുള്ള വലിയ ചതിയുടെയും വഞ്ചനയുടെയും ഒരു രാഷ്ട്രീയ അനുഭവം അത് വളരെ വൈകാരികമായി അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന നിലയിൽ തന്നെയാണ് അവിടെ എത്തിച്ചേർന്ന പാർട്ടി അംഗങ്ങളൊക്കെ, പാർട്ടി മെമ്പർമാരൊക്കെ ആ പരിപാടിയുടെ പങ്കാളികളായപ്പോൾ അവർ പങ്കുവച്ച ഒരു വികാരം. അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ CPIM ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നു, ഇന്നലത്തെ പരിപാടിയെക്കുറിച്ചുള്ള CPMൻ്റെ വിലയിരുത്തൽ എന്താണ് എന്നതുകൂടി മനു നമുക്ക് നോക്കാം. രാവിലെ വലിയ ചുടുകാട്ടിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആളുകളൊക്കെ എത്തുന്നു. അവിടെ ഇവിടെയും ഒക്കെ ഇങ്ങനെ ആളുകൾ വാഹനമൊക്കെ ഇട്ടിട്ട് വരുന്നത് കാണാം. ഇവിടേക്ക് രാവിലെ CPMൻ്റെ ഈ പ്രദേശത്ത് അമ്പലപ്പുഴയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവരെല്ലാം രാവിലെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കുകയും ചെയ്യാം. CPMൻ്റെ ഏരിയ സെക്രട്ടറി, അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഷാംജിയുടെ നേതൃത്വത്തിലാണ്. എല്ലാവരും മുഖപരിചയവും അടുത്ത സുഹൃത്തുക്കളുമായ മനുഷ്യർ കൂടിയാണ് എന്ന വേറൊരു കാര്യം കൂടിയുണ്ട് മനു. അപ്പോൾ ഞാൻ അവരോടൊന്ന് സംസാരിക്കുകയും ചെയ്യാം. ഇവിടുത്തെ കൗൺസിലറുണ്ട്, ശ്രീമതി മായയുണ്ട്. ഏരിയ സെക്രട്ടറിയിലേക്ക് തന്നെ ആദ്യം പോകാം. ഷാംജി, ഇന്നലെ നടത്തിയ പരിപാടിയെക്കുറിച്ചുള്ള CPMൻ്റെ വിലയിരുത്തൽ എന്താണ്? അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എന്ന് വെച്ചാൽ ഏരിയ കമ്മിറ്റി കീഴിലെ എല്ലാ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുമുള്ള പാർട്ടി അംഗങ്ങളാണോ പങ്കെടുത്തത്? പാർട്ടി അംഗങ്ങളുടെ പങ്കാളിത്തം നല്ല നിലയ്ക്കുണ്ടായിരുന്നു. എന്താണ് പരിപാടിക്ക് ശേഷമുള്ള വിലയിരുത്തൽ? നമ്മൾ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. പക്ഷേ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ബഹുജനങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി ഇങ്ങനെ വന്ന് ചേരുകയായിരുന്നു. ഇങ്ങനെ ഓടിയെടുക്കുന്ന പോലെ പാർട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓടിക്കൂടുമെന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്നലെ സത്യത്തിൽ പുന്നപ്പുറയിൽ അതാണ് കണ്ടത്. ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു. ജീസുദാരന് നമ്മുടെ നാട്ടിൽ വലിയ പാരമ്പര്യമെല്ലാം പറയുമെങ്കിലും ജനങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. ജീസുദാകരൻ ഇവിടുത്തെ പാർട്ടി സഖാക്കളുടെ മനസ്സിലിടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത്. അതായത് ഷാംജി പറയുന്നത് പാർട്ടി അംഗങ്ങൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, ഇടതുപക്ഷ സഹയാത്രികരൊക്കെ സുധാകരനെ അമ്പലപ്പുഴയുടെ ഈ ഒരു മണ്ണിൽ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായും സുധാകരനെ മാറ്റപ്പെട്ടു, അവരുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നീക്കി എന്ന ഒരു ബോധ്യം CPMന് വ്യക്തമായി ലഭിച്ച ഒരു പരിപാടിയായിരുന്നു ഇന്നലെ എന്നാണോ? അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികളുടെ ഹൃദയത്തിലാണ് ജീവിക്കേണ്ടത്. സുധാകരൻ ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിലില്ല എന്ന് പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം വേല കഴിഞ്ഞ് ആ ഡ്രസ്സോടുകൂടിയാണ് വന്നത്. അങ്ങനെ വന്നതെന്ന് വെച്ചാൽ അവരുടെ എല്ലാം ഉള്ളിൽ പാർട്ടിയാണ് ഏറ്റവും വലുത്. സുധാകരൻ അവരുടെ മനസ്സിലില്ല എന്ന് തെളിയിക്കുന്നത്. അത് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വന്നത്.